Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു, പ്രഭുപാദിന്റെ മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമുണ്ട്. മെമ്മറീസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അപ്പം അതിലെ വോളിയം 1 വായിച്ചൊരു കാര്യമാണ്. അപ്പം അതില് ഒരു ശിഷ്യനാണ് രേവതി നന്ദൻ ദാസ് എന്ന് പറഞ്ഞൊരു ഭക്തൻ. അദ്ദേഹം ഒരു പുസ്തക വിതരണം ചെയ്യുന്ന സേവനമാണ് ചെയ്യുന്നത്. പ്രഭുപാദിനോടൊപ്പം വൃന്ദാവനത്തിലും മായാപൂരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഡിവോട്ടിയാണ്. അപ്പം അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം അത് അദ്ദേഹം പ്രഭുപാദുമായിട്ട് 1976 ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പ്രഭുപാദിന് ബർക്കിലിയിൽ വെച്ചാണ് ചോദ്യം ചോദിച്ചത്. അപ്പം അതിനു മുമ്പുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പ്രഭുപാദ് ആദ്യകാലത്ത് ഒരു ഡിവോട്ടി, ഒരു ശിഷ്യനെ വൃന്ദാവനത്തിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് നിത്തായി ദാസ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു സംസ്കൃതമൊക്കെ പഠിക്കാൻ വളരെ താല്പര്യമുള്ള ഒരു ഡിവോട്ടിയായിരുന്നു. അപ്പം പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ ഹിന്ദിയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ അദ്ദേഹം ആദ്യകാലത്ത് ട്രൈ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം ഈ പഠിക്കുന്ന കാര്യത്തിലാണ് കൂടുതലായിട്ട് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പം കൂടുതൽ സംസ്കൃതങ്ങളൊക്കെ പഠിച്ച് അദ്ദേഹം വൃന്ദാവനം ക്ഷേത്രത്തിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ക്രമേണ എല്ലാ ദിവസവും രാവിലെ ഈ ഡിവോട്ടീസ് ഭാഗവതം ക്ലാസ് ഒക്കെ എടുക്കുമ്പം അദ്ദേഹം അതിൽ പങ്കെടുക്കാതെ അദ്ദേഹം രാധാകുണ്ഡത്തിലൊക്കെ പോയി അവിടുത്തെ ബ്രജവാസികളിൽ നിന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ പ്രഭുപാദ് ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇപ്പം ഇവിടെ എടുക്കുന്ന ഡിവോട്ടീസ് നീ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നീ ക്ലാസ് എടുക്കുക പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് കേൾക്കുന്നില്ലായിരുന്നു. പ്രഭുപാദ് പറഞ്ഞ് കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ ക്രമേണ അദ്ദേഹം ഇസ്കോണിൽ നിന്ന് മാറുകയും അവിടെ രാധാകുണ്ഡത്തില് താമസിച്ച് അവിടുത്തെ വ്രജവാസി ഗോസ്വാമിയിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. അപ്പൊ ആ സന്ദർഭത്തില് പ്രഭുപാദ് അദ്ദേഹം പറഞ്ഞു, ഗൗഡീയ വൈഷ്ണവത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമായിട്ടാണ് രാധാകുണ്ഡത്തെ കരുതുന്നത്. പക്ഷെ പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ഈ ഒരു മനോഭാവം വെച്ചിട്ട് ഹീസ് നോട്ട് ലിവിങ് ഇൻ രാധാകുണ്ട്, ഹീസ് ലിവിങ് ഇൻ നരകുണ്ട് എന്നാണ് പറഞ്ഞത്. നരകകുണ്ഡത്തിലാണ് അദ്ദേഹം താമസിക്കുന്നതെന്നാണ് പ്രഭുപാദ് ആ സമയത്ത് പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പൊ ഈ ബ്രജവാസി ഗോസ്വാമി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് പ്രഭുപാദ് ഉന്നതമായ രസങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. സാധന ഭക്തിയെക്കുറിച്ചൊക്കെയാണ് പ്രഭുപാദ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഏറ്റവും ഉന്നതമായ തലം, അതായത് നമ്മൾ ഓരോരുത്തരും കൃഷ്ണനും ആധ്യാത്മിക ലോകത്തില് കൃഷ്ണന്റെ ആരായിരുന്നു എന്നുള്ള കാര്യമൊന്നും പ്രഭുപാദ് പറഞ്ഞു തന്നിട്ടില്ല. അതൊക്കെ ഹയർസ്റ്റ് ലെവലിലാണ് ആ കാര്യങ്ങളൊക്കെ. അത് ഈ ലെവലിൽ മനസ്സിലാക്കാനുള്ളതല്ല. അതൊന്നും ചെറിയ ലെവല് മാത്രമാണ് പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്നായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഈ നിത്തായി ദാസിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് തന്നെയാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ ഡിവോട്ടീസിന് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പം അവർക്ക് വിഷമം ഉണ്ടായിരുന്നു. അപ്പം പലരുടെ ഉള്ളിൽ പല സംശയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ രേവതി നന്ദൻ പ്രഭു ഒരു വട്ടം ബർക്കിലിയിൽ 1976 പ്രഭുപാദിന്റെ അടുത്തുണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പ്രഭുപാദ് അങ്ങ് ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ തിരോഭാവത്തിന് ശേഷം നമ്മൾ വേറെ ആരെങ്കിലും അടുത്തുനിന്നും കേൾക്കേണ്ടതുണ്ടോ ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ചോദിച്ചു. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കൺവിക്ഷൻ പോലെ അദ്ദേഹം പറഞ്ഞു, അതോ പ്രഭുപാദ് അങ്ങ് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞ പോലെ സാധനയും ചാൻഡിങ്ങും കേൾക്കുന്നതും പ്രചരണം ചെയ്യുന്നതും തുടർന്നു പോയി കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമാവുമ്പം കൃഷ്ണൻ സ്വയം നമ്മുടെ ഹൃദയത്തിൽ അത് വെളിവാക്കി തരില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഈ 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ പ്രഭുപാദ് അത് ക്വസ്റ്റ്യൻ കേട്ടപ്പം പ്രഭുപാദ് ചിരിച്ചു. അദ്ദേഹം വളരെ സന്തോഷമായി പ്രഭുപാദിന് ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ. എന്നിട്ട് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, ദാറ്റ് ഈസ് ദ വേ എന്ന് പറഞ്ഞു. നമ്മൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സിൻസിയറായിട്ട് നിങ്ങൾ എവിടെ, അതിന്റെ രണ്ടാമത് പറഞ്ഞു പ്രഭുപാദ് അതാണ് വേ എന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് എവിടെന്നും പോയി വേറെ കേൾക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സിൻസിയറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴത്തേന് നമ്മുടെ ഹൃദയം അത്രയും പരിശുദ്ധമാകുമ്പോഴത്തേന് നമ്മൾ ആധ്യാത്മിക ലോകത്ത് ആരായിരുന്നു മറ്റു കാര്യങ്ങളെല്ലാം കൃഷ്ണൻ തന്നെ സ്വയം വെളിവാക്കി തരും എന്നുള്ള കാര്യം പ്രഭുപാദ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു.
അപ്പൊ അദ്ദേഹം തന്റെ സാക്ഷാത്കാരമായിട്ട് പറയുന്ന ഒന്ന്, അദ്ദേഹത്തിന്റെ ചോദ്യം പ്രഭുപാദിനെ സന്തോഷിപ്പിച്ചു എന്നുള്ളത്. അത് വളരെ അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗുരു വേറെ ആരുടെയെങ്കിലും അടുത്തുനിന്ന് പഠിക്കണോന്നുള്ളൊരു ചോദ്യം ഒരു ഗുരുവിനോട് ചോദിക്കുന്നത് തന്നെ ഭയങ്കര അൺകംഫോർട്ടബിൾ ആണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ പ്രഭുപാദ് അക്സെപ്റ്റ് ചെയ്തു. കാരണം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഇരിക്കുന്നതിനേക്കാളും അത് പൂർണ്ണമായിട്ട് ചോദിക്കുന്നതാണ് ആധ്യാത്മിക ഗുരുവിന് ഇഷ്ടം എന്നുള്ളത്. പിന്നെ നമ്മുടെ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ പ്രഭുപാദ് തന്നിട്ടുണ്ട്. ആ അടിസ്ഥാനം തന്നെ മതിയാവും നമുക്ക് ഏറ്റവും ഉന്നതമായ പദവിയിൽ എത്താനായിട്ട്. അതിന് വേറെ എന്തെങ്കിലും മറ്റേ ഊഹാബോധത്തിലുള്ള അറിവുകളോ മറ്റോ ഒന്നും ആവശ്യമില്ല എന്നുള്ള കാര്യവും പ്രഭുപാദ് അവിടെ അസംദിഗ്ധമായിട്ട് കറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് അദ്ദേഹം പറയുന്നു.